ഇന്നൊരു പഴയ റെസിപ്പി ആയിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത്. ഇത് ഇച്ചിരി പഴയതാണ് എന്ന് വെച്ചാൽ ഒരു വർഷം പഴയ റെസിപ്പിയാണ്. ഞാനിതിടാൻ മറന്നു പോയതാണ്. എൻ്റെ ഫോണിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാൻഡ്വിച്ച് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ്. പക്ഷേ മൈദ ഹെൽത്തി ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ എൻ്റെ കയ്യിലുണ്ടായ ബ്രെഡ് അതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്നത് ചെയ്തത് കേട്ടോ. കാരണം എനിക്കന്ന് വേറെ ഒരു സാധനവും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയില് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്ന ടൈമില് എനിക്കൊരു സാൻഡ്വിച്ച് കഴിക്കാൻ തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു സാൻഡ്വിച്ചാണ്. കാരണം എനിക്ക് ഓയിൽ കഴിക്കാൻ പറ്റില്ലായിരുന്നു. മയണൈസ്, സോസ്, ഇതുപോലുള്ള എരിവ്, ഇതുപോലുള്ള ഒന്നും കഴിക്കാൻ പറ്റാത്തൊരു സമയം. എനിക്ക് ജോണ്ടിസ് വന്നിട്ട് കൂടിയിരുന്ന ഒരു ടൈമില് എനിക്ക് സാൻഡ്വിച്ച് കഴിക്കാൻ കൊതിയായിട്ട് ഞാനിരുന്ന് ഉണ്ടാക്കി കഴിച്ചാണ്. എന്നുവെച്ചാൽ ഈ സമയത്ത് എനിക്ക് ജോണ്ടിസ് ഇല്ലായിരുന്നു. എനിക്കത് മാറി വന്നെങ്കിലും ഞാൻ റെസ്റ്റ് ആയിരുന്ന ടൈമിലായിരുന്നു. ആ സമയത്തൊന്നും എനിക്ക് നോർമൽ ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കി കഴിച്ച ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ അതിൽ ബ്രെഡ് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങൾക്ക് വീറ്റ് ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ചപ്പാത്തിയുടെ അകത്തും ഇത് റോൾ ചെയ്ത് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഈ ഒരു മിക്സ്. അപ്പോൾ അന്ന് ഞാനത് എൻ്റെ കയ്യിലുണ്ടായ ആ ബ്രെഡ് ഒരു പീസേ ഞാൻ കഴിച്ചുള്ളൂ. അത് കഴിക്കാനുള്ള ഒരു കൊതി കൊണ്ട് കഴിച്ചതാണ് ട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു സവോളയും ഒരു തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില, ഒരു അവോക്കാഡോ, പിന്നെ കുറച്ച് ഒരു ഒരു പകുതി നാരങ്ങയെന്ന് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ട് പിന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മുടെ നോർമൽ സാൻഡ്വിച്ച് ഇത് ഞാനൊന്ന് ടോസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ടോസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഓയിലും ഒന്നും ഇല്ലാതെ ചെയ്യണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നമ്മുടെ നോർമൽ ബ്രെഡിലേക്ക് വെച്ചിട്ട് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ഈ മിക്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മിക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഭയങ്കര സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആട്ടോ ഇത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ആണ്. അത്ര ടേസ്റ്റാട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിന് ടേസ്റ്റ് ഒന്നും കാണില്ലായിരുന്നു. കാരണം നമ്മളിതിൽ മയണൈസ് ചേർക്കുന്നില്ല, സോസ് ചേർക്കുന്നില്ല, ഓയിലായിട്ടൊന്നും ചേർക്കുന്നില്ല, ബട്ടർ ചേർക്കുന്നില്ല, എഗ്ഗ് ചേർക്കുന്നില്ല, ഒന്നുമില്ല, ചിക്കനും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് ടേസ്റ്റ് ഒന്നും കാണില്ലാന്ന്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് ഒരെണ്ണത്തിലൊന്നും നമ്മൾ നിർത്തില്ല, നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്ര ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കിഡ്ലൻ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.